നീ ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂ കേട്ടാ. സജി 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 ക്യൂട്ട്നെസ് ഗൈസ്, കല്യാണ പെണ്ണിന്റെ ക്യൂട്ട്നെസ് ആണ് കണ്ടത്. ദീപൂട്ടിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലിരുന്നിട്ട് എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ ചെന്നിരിക്കുന്ന വീടായിരുന്നു ദീപൂട്ടിൻ്റെ വീട്. സോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ എന്തൊക്കെ ഓർത്തപ്പോൾ ഉള്ളിൽ നല്ല വിഷമം വന്നു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. ബിക്കോസ് അവൾ ഇഷ്ടപ്പെട്ട് കെട്ടിയ ഒരു കെട്ടാണ്. ആൻഡ് അവിടെ ഒരു പുതിയൊരു ലൈഫാണ്. അവളുടെ ഹാപ്പിനെസ് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനൊരു ബിരിയാണിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കിട്ടിയത് എൻ്റെ ഫേവറേറ്റ് സദ്യ. പിന്നെ ഈ രസത്തിൻ്റെ ഒരു രസതന്ത്രം അറിയാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. എല്ലാവരും കയ്യിൽ മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കയ്യിൽ മേടിച്ചിട്ട് അത് കഴിക്കണ്ടേന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇലയിൽ ഒഴിച്ച് തരുമോയെന്ന് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ വേണ്ട ചേട്ടാ നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ പറഞ്ഞയച്ചു. അവൾ ഓൾറെഡി സ്ലിം ബ്യൂട്ടിയാണ്. പിന്നെ സാരി ഉടുത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ലിമ്മായി പോയി. ഇതൊക്കെ ചേട്ടൻ്റെ കസിൻസാണ്. അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ രണ്ടെണ്ണത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചാണ്. രണ്ടെണ്ണം അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചു, ഈ പിള്ളേരെ നിർബന്ധിച്ചു. ഇവർ അവസാനം എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നും ചെയ്യണില്ല. ഏറ്റവും അവസാനം അവരെ ജയഹേല എന്തോ ഒരു സംഭവം അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ താഴെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കോളേജിലൊക്കെ ആർട്സ് ഡേ വരുമല്ലോ. സോ ഞങ്ങളെല്ലാം പാൻസ് ഇട്ടിട്ട് പോകും. കാരണം അവിടെ കിടന്നിട്ട് അലമ്പാക്കാൻ വേണ്ടിയിട്ട്, തുള്ളാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ആർട്സിനെ കോളേജ് ഡേക്കൊക്കെ ഈ പുള്ളിക്കാരീൻ്റെ കൂടെയുള്ളവരും സാരി ചുറ്റിയിട്ട് വരും. എന്നിട്ട് പിത്താന്ന് പറഞ്ഞ് നടക്കും. സോ അങ്ങനെയുള്ളൊരു കൊച്ചിനെ അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പാർട്ട്ണർ തന്നെ കിട്ടുകയും ചെയ്തു. ഓൾറെഡി അവൾ സുന്ദരിയാണ്. അവൾ ഒന്ന് ടച്ചപ്പ് ചെയ്തപ്പോഴേക്കും അതിസുന്ദരിയായി. കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഇതാണ് കോഴിക്കോട് ബീച്ച്. നമുക്ക് ഇറങ്ങാനോ എൻജോയ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് തലശ്ശേരി ചുരത്തിൽ എപ്പോഴാണ് ബ്ലോക്ക് വരുന്നത്, എപ്പോഴാണ് ചുരം ഇടിയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെച്ച് പിടിച്ചു. പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ല തുള്ളലായിരുന്നു. കൂടെ പഠിച്ച കല്യാണം കഴിഞ്ഞ് ചില പഴുതാരകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് മാറും. സോ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, വേണമെങ്കിൽ ചക്ക എവിടെ വേണമെങ്കിലും കഴിക്കും. മനസ്സില്ല, സൗകര്യമില്ല എന്ന് പറയാൻ മടിയായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഡിഗ്രിയും PG ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ മോള് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇത് ദീപൂട്ടിനെ കുറിച്ച് പറഞ്ഞല്ല കേട്ടോ, നീ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ദീപൂട്ടി മോളെ നീ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സൂപ്പറായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.